ഹായ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നതും പറ്റിക്കപ്പെടുന്നതുമായിട്ടുള്ള റഷ്യയിലേക്കുള്ള വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബിസിനസ് വിസ, പ്രൈവറ്റ് വിസ, ഇ വിസ, ടൂറിസ്റ്റ് വിസ, സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ, അങ്ങനെയുള്ള കുറച്ച് വിസകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഈ വിസയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചുരുക്കി വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓരോ വിസയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ആദ്യമായിട്ട് ബിസിനസ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഗവൺമെന്റ് ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും റഷ്യയിൽ ബിസിനസ് പാർട്ട്ണറോ അതായത് റഷ്യൻ സിറ്റിസൺ റഷ്യൻ പാസ്പോർട്ട് ഹോൾഡർ ഉള്ള ആരെങ്കിലും ഇവിടെ റഷ്യയിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇവിടെ വന്നിട്ട് ബിസിനസ് മീറ്റിങ്ങോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ കൊടുക്കുന്ന ഒരു വിസയാണ് ദിലീവയ, അതായത് ബിസിനസ് വിസ എന്ന് പറയുന്നത്. അതിൽ ലീഗലി ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള അലൗഡ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇല്ലീഗലായിട്ട് പല ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പല ആൾക്കും പ്രശ്നങ്ങൾ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ വിസ റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു വിസയും കൂടിയാണ് ഈ ഒരു ബിസിനസ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്, ഡിപ്പോർട്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ ബിസിനസ് പാർട്ട്ണർ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമാണ് ഈ ബിസിനസ് വിസയുടെ വാലിഡിറ്റി പീരീഡ്. 1 ഇയർ ബിസിനസ് വിസ ഇപ്പം കിട്ടുന്നുണ്ട്. അത് മൾട്ടി എൻട്രി ആണ് വിസ. അപ്പോൾ ഒന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ആവുള്ളൂ. അത് വളരെ വളരെ കോസ്റ്റ്ലി ആണ്, നിങ്ങൾക്ക് വളരെ നഷ്ടമാണ്. ഒരു കാര്യമില്ല അതിനെ കൊണ്ട്. ബിസിനസ് മീറ്റിംഗും ബിസിനസ് ചർച്ച അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിസയാണ് ഈ ഒരു ബിസിനസ് വിസ എന്ന് പറയുന്നത്. ദിലീവയ വിസ എന്ന് റഷ്യയിൽ പറയും. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് വിസയാണ്. എന്താണ് ഈ പ്രൈവറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സോ അതുപോലെ തന്നെ റഷ്യയിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വിസയാണ് പ്രൈവറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈവറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 3 മാസം മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളുടെ ഫാമിലിനെ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ കണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് 3 മാസം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലീഗൽ ആക്ഷൻ റഷ്യൻ ഗവൺമെന്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെന്റിന് പറ്റും എന്നുള്ളതാണ്. അതായത് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു വിസയാണ് ഈ ഒരു പ്രൈവറ്റ് വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പ്രൈവറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് അവിടെ വീട്ടിൽ താമസിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൈവറ്റ് വിസയിലേക്ക് വരാം. വളരെ അധികം വിസ റിജക്ഷൻ ഇല്ലാത്ത ഒരു വിസയാണ് ഈ ഒരു പ്രൈവറ്റ് വിസ എന്ന് പറയുന്നത്. 99.9% വിസ റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ പ്രൈവറ്റ് വിസ. കാരണം നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സുഹൃത്തോ ഫ്രണ്ട്സോ വൈഫോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൈവറ്റ് വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അവർ നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പ്രൈവറ്റ് വിസ എടുത്ത് വരാൻ പറ്റത്തുള്ളൂ. ചസ്തോവേ വിസ എന്നാണ് റഷ്യയിൽ അതിനെ പറയുന്നത്. അപ്പോൾ മൂന്നാമത് നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റ് വിസ. എന്താണ് ഈ സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റുഡന്റ് വിസ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ MBBS ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന വിസയാണ് ഉച്ചീബ് വിസ എന്നൊക്കെ പറയും. അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന വിസയാണ് ഈ സ്റ്റുഡന്റ് വിസ. MBBS കോഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി റഷ്യയിലേക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് ഈ ഒരു സ്റ്റുഡന്റ് വിസ. ഈ സ്റ്റുഡന്റ് വിസ ഇപ്പം വളരെയധികം ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പം റഷ്യൻ പ്രിപ്പറേറ്ററി കോഴ്സ് അതായത് ലാംഗ്വേജ് കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ നല്ല രീതിയിൽ റഷ്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സ്റ്റുഡന്റ് വിസയിൽ. കാരണം ഇതിൽ ലീഗലായിട്ട് ഈ സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് ഇവിടെ ടാക്സ് പേയ്മെന്റ് ചെയ്യണം. പല സ്റ്റുഡൻസും ഇവിടെ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നില്ല. അത് ഇല്ലീഗലാണ്, നിയമപരമായിട്ട് അത് ഇല്ലീഗലാണ്. കാരണം ഈ സ്റ്റുഡന്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വിസയും കൂടിയാണ് ഈ സ്റ്റുഡന്റ് വിസ. തന്നെ 2 ടൈപ്സ് ഓഫ് സ്റ്റുഡന്റ് വിസ ഞാൻ പറഞ്ഞു. ഒന്ന് MBBS കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ MBBS അതുപോലെ തന്നെ മറ്റു പല കോഴ്സുകൾക്കും കൊടുക്കുന്ന ഒരു വിസയാണ് സ്റ്റുഡന്റ് വിസ. സ്റ്റുഡന്റ് വിസയിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു കാറ്റഗറിയാണ് ഈ ഒരു ലാംഗ്വേജ് കോഴ്സ്. ഈ ലാംഗ്വേജ് കോഴ്സിന്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ റഷ്യയിൽ നടക്കുന്നുണ്ട്. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഈ കാരണം ഈ ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് പ്രിപ്പറേറ്ററി കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയേഴ്സ് ഏരിയ ഉണ്ട്. അതായത് ആ യൂണിവേഴ്സിറ്റിന്റെ പ്രീമിയേഴ്സ് ഏരിയയിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിന്റെ അപ്പുറം പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് ആദ്യം 3 മാസത്തേക്ക് അടിച്ചു കിട്ടുകയും പിന്നെ 9 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വിസയാണ്. കാരണം നിങ്ങൾ ക്ലാസ്സിന് ഇത് ജോലിക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റുഡന്റ് വിസ ലാംഗ്വേജ് കോഴ്സ് വിസ എടുത്ത് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ എവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റുഡന്റ് വിസക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡന്റ് ഒരു വിസ എടുത്ത് പ്രിപ്പറേറ്ററി കോഴ്സ് എടുത്ത് വരാണെങ്കിൽ ആ കമ്പനിയുടെ കോൺട്രാക്ട് ഇൻവിറ്റേഷൻ തരുമെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലുണ്ടോ, ഹോസ്റ്റൽ രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ലാംഗ്വേജ് കോഴ്സ് വിസ എടുത്തിട്ട് വരിക. അത് നിങ്ങൾക്ക് ലീഗലി ആയിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വിസയും കൂടിയാണ് ഈ ഒരു സ്റ്റുഡന്റ് വിസ, ലാംഗ്വേജ് കോഴ്സ് വിസ. MBBS സ്റ്റുഡൻസിനൊക്കെ പിന്നെയും അവർക്ക് ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് വരുന്നതാണ്. അവർക്ക് വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അവർ പ്രോപ്പറായിട്ട് ലീഗലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല രീതിയിലും ഇവിടെ വരുന്നുണ്ട്. അതായത് സ്റ്റുഡന്റ് വിസ എടുത്തിട്ട്. അപ്പോൾ ഈ പ്രിപ്പറേറ്ററി കോഴ്സ് വിസ, ലാംഗ്വേജ് കോഴ്സ് 1 വർഷത്തെ വിസ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞാൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ചില യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ പല ബ്ലാക്ക് ലിസ്റ്റിലാണ്. അപ്പം പല യൂണിവേഴ്സിറ്റികളും ഇപ്പം വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങൾക്ക് വളരെയധികം ഭാവിയിൽ ദോഷം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 4മതായിട്ട് നോക്കാൻ പോകുന്നത് വർക്ക് വിസ. എന്താണ് വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് വിസ എന്ന് ഉദ്ദേശിക്കുന്നത് 2 തരത്തിലുള്ള വർക്ക് വിസ ഉള്ളത്. ഒന്ന് വെക്കേസ് വിസ, രണ്ടാമത് കോട്ട വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് പല ഒബ്ലാസ്റ്റിലേക്ക് ഇപ്പോൾ വർക്ക് വിസ വരുന്നുണ്ട്. വർക്ക് വിസയിൽ നമുക്ക് കാണിക്കുന്ന വർക്ക് വിസ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും ത്രുദോവ്നയ ദിയത്തുൽനോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് വർക്ക് കോൺട്രാക്ട്, വർക്ക് വിസ എന്നാണ് ത്രുദോവ്നയ ദിയത്തുൽനോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഗവൺമെന്റ് റസർഷേനിയ എന്നുള്ള ഒരു പേപ്പർ നമുക്ക് കിട്ടും. അതായത് ഏത് കമ്പനിയാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആ കമ്പനി, കമ്പനിയുടെ ലൈസൻസോ കമ്പനി കറക്റ്റായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര വർഷം മുതൽ എത്ര വർഷമായി കമ്പനി ഇപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഗവൺമെന്റ് റസർഷേനിയ എന്നുള്ള ഒരു പേപ്പർ ആ കമ്പനിക്ക് കൊടുക്കും. ആ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നിങ്ങളെ റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ആ കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഇനസ്ത്രാന ഗ്രാസാനിൻ, അതായത് ഇന്റർനാഷണൽ സിറ്റിസണെ റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വിസയാണ്. റഷ്യൻ ഗവൺമെന്റ് റസർഷേനിയ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. ആ ഇൻവൈറ്റ് ചെയ്യുമ്പം അതിൽ ഈ വർക്ക് വിസയിൽ തന്നെ നമുക്കൊരു വർക്ക് വിസ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് അതിൽ നമുക്കൊരു ഓഫർ ലെറ്റർ ഉണ്ടാവും. പിസ്മ എന്ന് പറയും. അതായത് ഓഫർ ലെറ്റർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദഗവൂർ പ്രിക്ലഷേനിയ, നിങ്ങൾക്ക് കോൺട്രാക്ട് ഇൻവിറ്റേഷൻ ഉണ്ടാവും. പിന്നെ അതിനുശേഷം 3മത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് വിസ സ്റ്റാമ്പിങ് വരുന്നത്. അപ്പോൾ ആ വിസ സ്റ്റാമ്പിങ്ങിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ത്രുദോവനെ ദിയത്തുൽനോസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു വർക്ക് വിസ എന്ന് പറഞ്ഞത്. ഈ വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഒബ്ലാസ്റ്റിലും 18% അതിന്റെ ടാക്സ് വരുന്നത് ഓൾമോസ്റ്റ്. പിന്നെ നമുക്ക് വെക്കേസ് വിസ ഡയറക്റ്റ് 3 വർഷത്തേക്ക് ഒറ്റത്തവണ അടിച്ച് കിട്ടുന്ന വിസകളുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ടാക്സ് 30%ഒക്കെയാണ് ടാക്സ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 തരത്തിലുള്ള വിസയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള വിസയുണ്ട്. കാരണം ഈ ഫസ്റ്റ് കോട്ട വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയൊരു റൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് സെൽഫ് ഇൻട്രഡക്ഷൻ, റഷ്യൻ ലാംഗ്വേജ്, ലോ, ഹിസ്റ്ററി. ഈ 3ഉം നിങ്ങൾ പഠിപ്പിക്കും. നിങ്ങളെ ഒരു ടീച്ചർ ഇവിടെ വന്ന് നിങ്ങളെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കും. അത് പഠിച്ചിട്ട് അത് പാസ്സാവേണ്ടത് നിങ്ങളെ കടമയാണ്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് 3 കൊല്ലം വരെ ആദ്യം 3 മാസത്തേക്ക് അടിച്ചതിന് ശേഷം പിന്നെ 9 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഒരു വർഷത്തിൽ ഒരു 1 മന്ത് നിങ്ങൾക്ക് ലീവ് ഉണ്ടാവും. ആഴ്ചയിൽ 1 ദിവസം ലീവ് ഉണ്ടാവും. ചില കമ്പനിയൊക്കെ ആണെങ്കിൽ 8 മണി മുതൽ 7 മണി വരെയൊക്കെ ഡ്യൂട്ടി ടൈം. അത്യാവശ്യം ഹാർഡ് വർക്ക് ആയിരിക്കും. മീഡിയം വലിയ ഹാർഡ് വർക്കൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ഹാർഡ് വർക്ക് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് വിസയെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
പിന്നെ ടൂറിസം വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ടൂറിസം വിസ? ഈ ടൂറിസം വിസയിൽ വളരെയധികം തട്ടിപ്പുകൾ നടക്കുന്ന ഒരു വിസയാണ് ഈ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റഷ്യ സന്ദർശിക്കാനും റഷ്യന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ അതുപോലെ തന്നെ റഷ്യയുടെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് റഷ്യ കൊടുക്കുന്ന ഒരു വിസയാണ് ടൂറിസം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ടൂറിസം വിസ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാർ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നത് കാരണം റഷ്യയിൽ ഇപ്പം നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം തിരിച്ചു പോകുന്നില്ല, പല ആൾക്കാരും ഇവിടെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം തന്നെ ടൂറിസം വിസ വളരെയധികം സ്ട്രിക്റ്റ് ആയത് കാരണം തന്നെ നിങ്ങൾ ടൂറിസം വിസ അത് ഏത് വിസയാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ടൂറിസം വിസയിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും, ടൂറിസം തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ടൂറിസം വിസ എന്നുള്ളത്. ടൂറിസം വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ടൂറിസം വിസ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഒന്ന് ഇലക്ട്രോ ബയോമെട്രിക് വിസ. ഈ വിസ 16 ദിവസത്തേക്ക് റഷ്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വിസയാണ് ഇലക്ട്രോ ബയോമെട്രിക് വിസ. അതുപോലെ തന്നെ 28 ദിവസത്തേക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് ടൂറിസം വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൂറിസം 28 ദിവസത്തേക്ക് നമുക്ക് റഷ്യയിൽ നിൽക്കാനുള്ള ഒരു വിസയാണ് ടൂറിസം വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടൂറിസം വിസയിൽ പല ആൾക്കാരും വന്നിട്ട് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വർക്ക് പെർമിറ്റ് ഒക്കെ അടിച്ചിട്ട് ടൂറിസം വിസ ഒരിക്കലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനോ ഇല്ല ഈ വിസയിലൊന്നും ഒരിക്കലും വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞ വിസകളിലൊന്നും നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ വിസക്കും അതിൻ്റേതായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ആ വിസയിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ടൂറിസം വിസ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ വീഡിയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.